ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ ദ സോങ് ഓഫ് സോങ്സ് എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അതിൽ തന്നെ ആക്ടിവിറ്റി 2 അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 53, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മെനി സ്റ്റോറീസ് ഹാവ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ഫിലിം ആൻഡ് പ്ലേസ്. ധാരാളം സ്റ്റോറികൾ ഫിലിമായിട്ടും പ്ലേകളായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ ടു കൺവേർട്ട് ദിസ് ഷോർട്ട് സ്റ്റോറി ഇൻ ടു എ വൺ ആക്ട് പ്ലേ. ഒരു വൺ ആക്ട് പ്ലേ ആയിട്ട് ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാം. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ആൻഡ് ദെൻ പെർഫോം ഇറ്റ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ നിങ്ങളോട് ഇതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പെർഫോം ചെയ്യാനാണ്, അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പം വൺ ആക്ട് പ്ലേ ആയിട്ട് തയ്യാറാക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഇതുപോലൊരു വർക്ക് ചെയ്തിരുന്നു, ഇതുമായി സാമ്യതയുള്ള. അപ്പോൾ നമ്മൾ ടാൻസൻ എൻറ്റയർ ദ കോർട്ട് ഓഫ് എംപറർ അക്ബർ, അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്യുന്നു, അക്ബർ ചക്രവർത്തിയെ, അത് തുടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അക്ബർ ചക്രവർത്തി പറയുന്നു, ഐ ഹാവ് ബീൻ ഈഗർലി വെയിറ്റിംഗ് ടു ലിസൺ ടു യുവർ മ്യൂസിക് ഡിയർ ടാൻസൻ. ഞാൻ നിങ്ങളുടെ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാണ് എന്ന് അക്ബർ ചക്രവർത്തി പറയുന്നു. അപ്പോൾ ടാൻസൻ പറയുന്നു, അറ്റ് യുവർ കമാൻഡ് യുവർ മജസ്റ്റി എന്ന് പറയുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഹി ടേക്സ് ഹിസ് തമ്പുരു ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ്. എവ്രിബഡി ലിസൺ ടു ദ മ്യൂസിക് in rapt attention. After some time he gets tired and places his തമ്പുരു on the carpet. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ രംഗം വിവരിക്കാണ്. തമ്പുരു എടുത്ത് പാട്ട് പാടുന്നു. എല്ലാവരും നല്ല സാഗൂതം ശ്രവിച്ച് കേൾക്കുന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, തളരുന്നു. പിന്നെ ആ തമ്പുരു അവിടെ വെക്കുന്നു. ആ ഒരു രംഗം അവിടെ പറയാണ്. അതിനുശേഷം അക്ബർ പറയാണ്, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു. പ്രൈസസ് ടാൻസൻ, വണ്ടർഫുൾ, സൂപ്പർബ്, ഐ ലിസൺ ടു യു എവറി ഡേ ബട്ട് ഐ കാൻ സീം ടു ഹാവ് ഇനഫ്. അപ്പോൾ ഇത് പറയുമ്പം ടാർസൻ എന്ത് ചെയ്യുന്നു, ബോസ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ്, അദ്ദേഹം ഇങ്ങനെ ബഹുമാനത്തോടെ വന്നിക്കാണ്. അപ്പോൾ നമ്മൾ സംഭാഷണങ്ങളൊക്കെ റിയലായിട്ട് കൊടുക്കുകയും അതിലുള്ള അവരുടെ ആ ഫിസിക്കൽ മൂവ്മെൻറ്റ്, ശാരീരിക ചലനങ്ങൾ, ഇപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന രംഗം കണ്ടില്ല നിങ്ങൾ കൊടുത്തത്, ബ്രാക്കറ്റിലാക്കിയിട്ട്. അങ്ങനെ ബ്രാക്കറ്റിലാക്കിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ സംഭാഷണ രൂപത്തിലും കൊടുത്തിട്ട് ഒരു വൺ ആക്ട് പ്ലേ ആയിട്ട് ഇതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 60. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. അക്ബർ ലിസൺസ് ടു ടാൻസൻ എവറി ഡേ. ഹി തിങ്സ് ടാൻസൻ ഹി ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ whole വേൾഡ്. ബട്ട് അക്കോർഡിംഗ് ടു ടാൻസൻ there is someone who sings better than he does. Akbar inquires about the person. Tansen replies that it is his guru Sant Haridas. Akbar wants to listen to him. They go in search of the guru. When Tansen and the emperor reach his hut, they find him busy with his daily chores. The guru refuses to sing before Akbar. Tansen sings before the guru and makes a deliberate mistake. Sant Haridas corrects Tansen and sings a raga. The melody of his voice spread across the forest. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ്. അപ്പോൾ ഇതിലുള്ള ചോദ്യം എന്താണ്? ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ഓഫ് ഈച്ച് സെൻറ്റൻസ് ഇൻ ദ അബോവ് പാരഗ്രാഫ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ സിംഗുലർ ഓർ പ്ലൂരൽ. മുകളിൽ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ വായിച്ചിട്ട് അതിലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം.
എന്നിട്ടത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ ഒരു ഉദാഹരണം അക്ബർ. അക്ബർ എന്നുള്ളത് ഒരു സബ്ജക്റ്റാണ്, അത് സിംഗുലർ ആണ്, അവിടെ എസ് ഇട്ട്. പിന്നെ ദ എന്നുള്ളത് അതൊരു സബ്ജക്റ്റാണ്, അത് പ്ലൂരലാണ്, അവിടെ ഒരു എസ് ഇട്ട്. അപ്പോൾ ഇതിൽ കാണുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നും കൂടി എഴുതാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു സെൻറ്റൻസിൽ ആ സെൻറ്റൻസിൽ ഒരു ക്രിയ ഉണ്ടാകും, അതുപോലെ ആ ക്രിയ ചെയ്ത ഒരാളും ഉണ്ടാകും അല്ലേ. ഇപ്പോൾ ഏതൊരു സംഗതിയാണെങ്കിലും മലയാളത്തിൽ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവൾ പുസ്തകം വായിക്കുന്നു. അപ്പോൾ അവിടെ പുസ്തകം വായിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് ആരാ? അവളാണ്. അപ്പോൾ അവിടെ അവളാണ് സബ്ജക്റ്റ്. അവൻ കുളത്തിൽ ചാടുന്നു. അപ്പം കുളത്തിൽ ചാടുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് അവനാണ്. അപ്പം അവനാണ് അവിടെ സബ്ജക്റ്റ്. നിയാസ് അങ്ങാടിയിലേക്ക് പോകുന്നു. അവിടെ അങ്ങാടിയിലേക്ക് പോകുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് നിയാസാണ്. അപ്പോൾ അവിടെ നിയാസാണ് സബ്ജക്റ്റ്. അപ്പം പ്രവൃത്തി ചെയ്യുന്ന ആളുകളായിരിക്കും സബ്ജക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിലെ സി. നൗ ഐഡൻറ്റിഫൈ ദ വേർബ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് വെദർ ദേ ആർ സിംഗുലർ ഓർ പ്ലൂരൽ. ഇനി അതിലുള്ള വെർബുകൾ കണ്ടെത്തിയിട്ട് അത് സിംഗുലറാണോ പ്ലൂരലാണോ എന്നെഴുതാൻ വേണ്ടിയിട്ടാണ്. വെർബ് എന്ന് പറഞ്ഞ ക്രിയകളാണ്. ഓടുക, ചാടുക, നുള്ളുക, അടിക്കുക, ചിരിക്കുക, തിന്നുക, ശ്രദ്ധിക്കുക, കണ്ടെത്തുക, പോകുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വെർബുകൾ, ക്രിയകൾ, ഓരോ പ്രവർത്തനങ്ങൾ, അതിനാണ് വെർബ് എന്ന് പറയുക. വെർബിലും സിംഗുലറുണ്ട് പ്ലൂരലുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പം വെർബും സിംഗുലർ ആകണം. സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പം വെർബും പ്ലൂരൽ ആയിരിക്കണം. അപ്പം വെർബിൻ്റെ പ്ലൂരലും സബ്ജക്റ്റിൻ്റെ പ്ലൂരലും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? സബ്ജക്റ്റിൻ്റെ പ്ലൂരൽ സാധാരണ എസ് ഇട്ട് കൊടുത്താൽ പ്ലൂരലാകും. ഇപ്പം കാറ്റ്, കാറ്റ് എന്നുള്ളത് എന്താണ്? അത് ഒരു സിംഗുലറായ ഫോമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാറ്റ്. ഇനി അതിൽ നമുക്ക് പ്ലൂരലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു എസ് ഇട്ട് കൊടുത്താൽ മതി, കാറ്റ്സ് എന്നിട്ട് കൊടുത്താൽ മതി. അതുപോലെ പെൻ, പെൻ എന്നുള്ളത് എന്താണ്? ഒരു സിംഗുലർ ഫോമാണ് പെൻ. അപ്പോൾ അതിൽ പ്ലൂരലാക്കണം എന്നുണ്ടെങ്കിൽ എസ് ഇട്ട് കൊടുത്താൽ മതി, പെൻസ്. അതുപോലെ ബുക്ക്, ബുക്സ്. ഇങ്ങനെ എസ് ഇട്ട് കൊടുത്താൽ സബ്ജക്റ്റുകളൊക്കെ പ്ലൂരലാകും. എന്നാൽ വെർബ് പ്ലൂരലാവണം എന്നുണ്ടെങ്കിൽ എസ് ഇല്ലാഞ്ഞാലാണ് വെർബ് പ്ലൂരലാവുക. വെർബ് സിംഗുലർ ആവണമെങ്കിൽ എസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉദാഹരണം ലിസൺസ്. ലിസൺസ് എന്നുള്ളിടത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഒരു എസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്? സിംഗുലറാണ്. സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എസ് ചേർക്കും. ഹീ ലിസൺസ് എന്നാണ് പറയുക, ഷീ ലിസൺസ് എന്നാണ് പറയുക, ഷീ ഗോസ് എന്നാണ് പറയുക. അപ്പം സിംഗുലർ ആവണമെങ്കിൽ വെർബിൽ എസ് ഉണ്ടാകും. സബ്ജക്റ്റിലാണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ എസ് ഉണ്ടാവില്ല. പ്ലൂരൽ ഫോം വെർബിൽ പ്ലൂരൽ എസ് ഉണ്ടാവില്ല. സബ്ജക്റ്റിൽ പ്ലൂരൽ ആണെങ്കിൽ എസ് ഉണ്ടാകും. ഇവിടെ ഗോ, ഗോ എന്നുള്ളത് എന്താണ്? പ്ലൂരലാണ്. കാരണം എന്താണ്? ഗോ എന്നുള്ളതിൽ എസ് ഇല്ല. എസ്സോ ഇ എസ്സോ ഉണ്ടാകും കേട്ടോ. സിംഗുലർ ആണെങ്കിൽ ഫൈൻഡിലും എസ് ഇല്ല. ഗോസ് എന്ന് പറയാറുണ്ട്, അത് സിംഗുലറാണ്. ഹി ഗോസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ വന്നിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ അടിയിൽ നോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. സിംഗുലർ സബ്ജക്ട്സ് ടേക്ക് സിംഗുലർ വേർബ്സ് ആൻഡ് പ്ലൂരൽ സബ്ജക്ട്സ് ടേക്ക് പ്ലൂരൽ വേർബ്സ്. ഓക്കെ, അതിൻ്റെ ഒരു ഉദാഹരണവും താഴെ കൊടുത്തിരിക്കുന്നു. ഇനി അതിൽ ഡി, പേജ് നമ്പർ 61 റീപ്ലേസ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് വിത്ത് ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് ആൻഡ് റീറൈറ്റ് ദ സെൻറ്റൻസ്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ്
മാറ്റിയിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അവിടെ എഴുതുക. എന്നിട്ട് സെൻറ്റൻസ് ഒന്നുകൂടി എഴുതാൻ വേണ്ടിയിട്ടാണ്. അതായത് സബ്ജക്റ്റ് വന്നാൽ ആ സബ്ജക്റ്റിൻ്റെ രീതിയിൽ തന്നെ വെർബും എഴുതാൻ വേണ്ടി പഠിപ്പിക്കാനുള്ള ഒരു വാക്കാണ്. അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലറാക്കി എഴുതുക, സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ വെർബും പ്ലൂരലാക്കി എഴുതുക എന്ന മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അക്ബർ ലിസൺസ് ടു ടാൻസൻ എവറി ഡേ. ഇവിടെ അക്ബർ, ലിസൺസ്, ഇത് രണ്ടും നന്നായി ശ്രദ്ധിക്കുക. അക്ബർ എന്നുള്ളത് എന്താ? അക്ബർ ലിസൺസ്, അക്ബർ നന്നായി ശ്രദ്ധിക്കുന്നു. അപ്പം ശ്രദ്ധിക്കുന്നത് ആരാണ്? അക്ബറാണ്. ശ്രദ്ധിക്കുക എന്നുള്ളത് വെർബാണ്. അക്ബർ എന്നുള്ളത് ആ വെർബ് ചെയ്ത വ്യക്തിയാണ്. ആ വെർബ് ചെയ്ത വ്യക്തിക്ക് എന്ത് പറയും? നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയും. അക്ബറാണ് ഇവിടെ സബ്ജക്റ്റ്, ലിസൺ എന്നുള്ള വെർബുമാണ്. അക്ബർ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ അക്ബർ എന്നുള്ളിടത്ത് അക്ബർ ആൻഡ് ദ കോർട്ടിയർ എന്നാക്കി മാറ്റണം. അപ്പം എങ്ങനെ വരും ആൻസർ? അക്ബർ ആൻഡ് ദ കോർട്ടിയർ ലിസൺ ടു ടാൻസൻ എവറി ഡേ. അവിടെ ലിസൺസ് എന്നുള്ള സിംഗുലർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന യെസ്, അക്ബർ സിംഗുലർ ആയിരുന്നപ്പം വെർബിലുണ്ടായിരുന്ന യെസ് അതിവിടെ അക്ബർ ആൻഡ് ദ കോർട്ടിയർ, അപ്പോൾ അത് പ്ലൂരലായി മാറി. അക്ബർ മാത്രമല്ല ഇപ്പോൾ കേൾക്കാനുള്ളത്, കോർട്ടിയേഴ്സും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും പാടായപ്പം വെർബും പ്ലൂരലായി, അപ്പം ലിസൺ എന്നായി മാറി. അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പം വെർബും സിംഗുലർ ആകണം, സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പം വെർബും പ്ലൂരൽ ആകണം. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എസ് ഉണ്ടാവില്ല, വെർബ് സിംഗുലർ ആകുമ്പം എസ് ഉണ്ടാകും. ഇത് നന്നായി മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരിക്കും. ഇനി അടുത്തത്, ഹീ തിങ്സ് ടാൻസൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ വോൾ വേൾഡ്. അവിടെ ഹീ എന്നുള്ളത് അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അദ്ദേഹം ചിന്തിച്ചു. അപ്പം ഹീ എന്നുള്ളതിന് പകരം ധേ എന്നാക്കി മാറ്റാം. അപ്പം അവിടെ തിങ്സ് എന്നുള്ള വെർബിൽ വരുന്ന മാറ്റം എന്താണ്? അതുപോലെ അക്ബർ എൻക്വയർസ് അബൌട്ട് ദ പേഴ്സൺ. അവിടെ അക്ബർ എന്നുള്ളിടത്ത് ദ കോർട്ടിയേഴ്സ് എന്നാക്കി മാറ്റുക. പിന്നെ ദ ഫൈൻഡ് ഹിം ബിസി വിത്ത് ഹിസ് ഡെയിലി ചോറസ്. അപ്പോൾ ഇവിടെ ധ എന്നുള്ളത് പകരം ടാൻസൻ എന്നാക്കി മാറ്റുക. അപ്പം ഫൈൻഡ് എന്നുള്ളത് വെർബിൽ വരുന്ന മാറ്റങ്ങൾ. ടാൻസൻ ആൻഡ് ദ എംപറർ റീച്ച് ഹിസ് ഹട്ട് എന്നുള്ളത് ദ എംപറർ എന്ന് മാത്രമാക്കി മാറ്റുക. അപ്പം റീച്ച് എന്ന് പറയുന്ന വെർബിൽ വരുന്ന മാറ്റം എന്തെല്ലാമാണ്, അതാണ് ഈ വർക്കിൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വർക്കുകൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക. ഇനി കുറച്ച് വർക്ക് കൂടി ഉണ്ട്. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്. അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം, പഠിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.